ഇന്ന് ശരിക്ക് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മേടിച്ചതാണ് കേട്ടോ. കാട്ടായിക്കുണത്ത് നല്ല ഇഞ്ചി കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇഞ്ചിയൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് മാങ്ങയൊക്കെ അച്ചാറിടാനായിട്ടുള്ളതൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ മേടിക്കുന്നുള്ളൂ കേട്ടോ. ഉരുളക്കിഴങ്ങും ഒക്കെ അവിടെ നിന്ന് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വേറൊരു പച്ചക്കറി മാത്രം കിട്ടുന്ന ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ കുറച്ച് പച്ചക്കറിയും പാലക്കും ഒക്കെ മേടിച്ചു കേട്ടോ. ഉള്ളിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നല്ല ഉള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് വരുമ്പോൾ പൈനാപ്പിൾ ഇതേ ഇങ്ങനെ ഓണത്തിലേക്ക് ഉള്ളത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. പച്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. അത് കഴിഞ്ഞ് വേഗം വന്ന് ചേട്ടന് വർക്കിന് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കൊഞ്ച് ബിരിയാണി നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കൊഞ്ച് ബിരിയാണി പെട്ടെന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി വെക്കുന്നത് കുക്കറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടൻ ഗ്രാമ്പു ഇലക്കൊക്കെ നമ്മൾ ചേർക്കുന്നത് പോലെയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ കൊഞ്ചൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേ ഉള്ളൂ കേട്ടോ. അത് വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് കൈമ റൈസ് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള റൈസും കൂടി ഇട്ട് വെള്ളം ആ അരി ഒന്ന് ഇങ്ങനെ അരിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് കുക്കർ ഒരു 2 വിസിൽ കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് മാറാനായിട്ട് വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് ഞാൻ അച്ചാറും കൂടി ആക്കി എടുക്കുന്നുണ്ടായിരുന്നേ. കുക്കറിലേക്ക് വെച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തെടുത്തത് കേട്ടോ. പെട്ടെന്ന് തന്നെ അച്ചാറൊന്ന് മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള മാങ്ങ നമ്മൾ അച്ചാറിടുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കുറച്ച് വലിയ സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ അതിങ്ങനെ വെന്ത് പോകാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പാകത്തിന് അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനല്ല, ഞങ്ങളെല്ലാവരും കൂടി കുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുക്കും ഞങ്ങളെല്ലാവരും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. ചേട്ടന് പെട്ടെന്ന് തന്നെ വർക്കിന് പോകണം. അതുകൊണ്ട് വേഗം ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. നമ്മളിങ്ങനെ പപ്പടമൊക്കെ ആക്കാനായിട്ട് മറന്നുപോയി കേട്ടോ. സലാഡും അച്ചാറും ബിരിയാണി മാത്രം വെച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൊഞ്ച് ബിരിയാണി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശിഖയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടെ. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാനും കുക്കും കൂടിയാണ് ഇരുന്ന് കഴിക്കുന്നത്. വൈകുന്നേരമല്ലോ, ഉച്ച കഴിയുമ്പോഴേക്കും ശിഖ വരും. അപ്പോൾ ശിഖ കൂട്ടാനും ഇനി പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.